ചാരിറ്റബിൾ അഥവാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ഇൻകം ടാക്സ് എക്സംഷൻ ലഭിക്കണമെങ്കിൽ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന് 12 വേരിയേഷൻ അത്യാവശ്യമാണ്. 31/3/2021 വരെ ലൈഫ് ടൈം ആയിരുന്നു ഇതിന്റെ കാലാവധി. അതിനുശേഷം പുതിയ സെക്ഷൻ 12AB വരികയും അതിനുശേഷം 5 വർഷത്തേക്കാണ് ഈ രജിസ്ട്രേഷന്റെ കാലാവധി. അന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർക്കല്ല 31/3/2026 എൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നാൽ, എന്ന് എക്സ്പയർ ആകുന്നു അതിന് 6 മാസം മുമ്പ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് 31/3/2026 എൻഡ് ചെയ്യുന്നതിനാണെങ്കിൽ 30/9/2025 സെപ്റ്റംബർ 30-നുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ കണ്ടിന്യൂവേഷൻ ലഭിക്കുകയുള്ളൂ. ഈ സെയിം തന്നെയാണ് ATG ഡൊണേഷനുള്ള എക്സംഷൻ ആണല്ലോ. അത് ലഭിക്കുന്നവരുടെ എക്സ്പയർ ആകുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ 6 മാസം മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ 10A ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിലൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആക്ടിവിറ്റി റിപ്പോർട്ട്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ FCR രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്തിട്ടുണ്ടോ അല്ലാതെ റിജക്റ്റ് ചെയ്തോ ആണെങ്കിൽ എന്താണ് റീസൺ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി അതിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരികയും നമ്മൾ ഹിയറിങ്ങിനെ വിളിക്കും. അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കാണിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ പല കേസുകളിലും ആക്ടിവിറ്റി റിപ്പോർട്ടുകൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ആക്ടിവിറ്റി ചെയ്തത്, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അത് ജനറൽ പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്. ഇതും കാസ്റ്റും ക്രീഡും നോക്കാതെയാണല്ലോ കൊടുക്കേണ്ടത്. ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരുടെ റിലീജിയനുള്ള ആൾക്കാരുടെ വരും. അല്ലാത്ത പബ്ലിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് അതാണോ എന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 30/9/2025 അതിനകം തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആ കണ്ടിന്യൂറ്റി പോകും. വൺസ് രജിസ്ട്രേഷൻ ക്യാൻസലായി പോയ കഴിഞ്ഞാൽ, അതായത് നമുക്ക് നെക്സ്റ്റ് ഇയർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വിട്ടുപോയാൽ നമുക്ക് ടാക്സ് വരും. അതിന് അക്രീഡഡ് ഇൻകത്തിനാണ് അക്രീഡഡ് ഇൻകം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മളെ അസറ്റ്സിൽ ടോട്ടൽ അസറ്റിന് മാർക്കറ്റ് വാല്യൂ എടുത്ത് അതിൽ നിന്ന് ലൈബിലിറ്റീസ് കുറയ്ക്കും. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ടാണ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മാക്സിമം മാർജിൻ റേറ്റ് ടാക്സ്, അതായത് 40% കൂടുതൽ ടാക്സ് വരും. അത്രയും ടാക്സ് അടയ്ക്കേണ്ടോട് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ എക്സ്പയർ ആകുന്ന ഡേറ്റുകൾ നോക്കിയിട്ട് നമ്മൾ അസമറ്റും സാധാ കേസുകളിലെല്ലാം തന്നെ 31/3/2026 ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ 30/2025 തന്നെ ആയിരിക്കാം പല ആൾക്കാർക്കും. ചിലർക്ക് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ചെയ്തെങ്കിൽ അടുത്ത വർഷമായിരിക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് പീരീഡ് പറയുന്നത് എന്നാണ് ഇത് എക്സ്പയർ ആകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി.